കേരളത്തിൽ NDAക്ക് സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് അറിയാവുന്നതുപോലെ BJP ഡേ ക്ലാസ് മണ്ഡലങ്ങളൊക്കെ വിളിക്കുന്ന മണ്ഡലങ്ങളായ തൃശ്ശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായിട്ട് BJPയുടെ വോട്ട് ക്യാച്ചർ ശ്രീ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി കഴിഞ്ഞാൽ കേരളത്തിൽ ശ്രീ സുരേഷ് ഗോപി, പ്രത്യേകിച്ച് തൃശ്ശൂർ സുരേഷ് ഗോപിയാണ്. ഏറ്റവും തീ പാറുന്ന രണ്ട് പോരാട്ടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളായിരിക്കും തിരുവനന്തപുരവും തൃശ്ശൂർ. ഞാൻ ശശി തരൂർ സാറിന്റെ വലിയൊരു ഫാനാണ്. ശശി തരൂർ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ശശി തരൂർ ആണെങ്കിലും നമ്മുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആണെങ്കിലും ശ്രീ പന്ന്യൻ രവീന്ദ്രൻ ആണെങ്കിലും ഒക്കെ വളരെ ശക്തമായ കാൻഡിഡേറ്റ്സ് ആണ്. ശശി തരൂർ വിശ്വപൗരനാണ്, എന്നാൽ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ മണ്ണിന്റെ മകനാണ്. അതേപോലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വിശ്വപൗരനാണ്. ശ്രീ ശശി തരൂരിന്റെ പ്രൊഫൈലിനെ മാച്ച് ചെയ്യുന്ന ആളാണ്. അങ്ങനെ തിരുവനന്തപുരത്തുകാർക്ക് യഥാർത്ഥത്തിൽ വളരെ സന്തോഷിക്കാൻ, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും മികച്ച കാൻഡിഡേറ്റ്സിനെയാണ് 3 പേരും തന്നിരിക്കുന്നത്. ആര് വന്നാലും നല്ലതാണ്, പക്ഷെ കൂടുതൽ സാധ്യതകൾ ഒന്നുകിൽ ശശി തരൂർ സാർ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖരനായിരിക്കാനാണ് സാധ്യതകൾ കൂടുതൽ. തൃശ്ശൂർ വരുമ്പോൾ തൃശ്ശൂരും ഗംഭീരമാണ്. അതായത് തൃശ്ശൂർ ശ്രീ സുരേഷ് ഗോപി വന്നുകൊണ്ടൊരു ഗ്ലാമർ മണ്ഡലമാണ്. നമ്മുടെ CPIയുടെ സുനിൽകുമാർജി ഉണ്ട്, വളരെ പ്രഗത്ഭനായ മന്ത്രിയും കാൻഡിഡേറ്റും ഒക്കെയാണ്. അതോടൊപ്പം ശ്രീ K മുരളീധരനും കൂടെ വന്നപ്പം ഇഷ്യൂ വേറെയായി, അല്ലെങ്കിൽ വേറൊരു പ്രൊഫൈലായി ആ മണ്ഡലം. ഈ 2 മണ്ഡലങ്ങൾക്കും ഹിന്ദു വോട്ടുകൾ കുറച്ച് കൂടുതലുള്ള മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് നായർ സമുദായത്തിലെ സവർണ ഹിന്ദു വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലങ്ങളാണ്. ഈ വ്യക്തികൾക്കെല്ലാം ആ വിഭാഗത്തെയും അതല്ലാത്ത വിഭാഗത്തെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ്. BJP പ്രധാനമായി, അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി പ്രധാനമായി തൃശ്ശൂരിൽ നോക്കുക ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാനായിരിക്കും. ശ്രീ K മുരളീധരൻ നോക്കുക കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ, അവിടുത്തെ മുസ്ലിം വോട്ടുകൾ. അതോടൊപ്പം സവർണ ഹിന്ദു വിഭാഗങ്ങളിൽ ശ്രീ മുരളീധരന് വലിയ സ്വാധീനമുണ്ട്. ഹിന്ദു വോട്ടുകൾ എന്ന് പറയുന്ന എല്ലാ പാൻ ഹിന്ദു വോട്ടുകളിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. ലീഡറുടെ മകനാണ്, ഗുരുവായൂരപ്പന്റെ ഏറ്റവും നല്ല ഭക്തരിൽ ഒരാളായ ലീഡറുടെ മകനാണ്. ഹിന്ദു വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ മടി കാണിക്കാത്ത വ്യക്തിയാണ് ശ്രീ മുരളീധരൻ. അപ്പൊ അദ്ദേഹം അടക്കമുള്ള വ്യക്തികൾക്ക് വലിയ സാധ്യതയുണ്ട്. ശ്രീ സുനിൽകുമാറിന്റെ യുവാക്കളില് ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരുടെ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് നല്ല പോരാട്ടമായിരിക്കും യഥാർത്ഥത്തിൽ നടക്കുക. അനിൽ K ആന്റണി, അനിൽ എന്റെ നല്ല സുഹൃത്താണ്. പത്തനംതിട്ടയിൽ അനിൽ ഇപ്പം PC ജോർജ് ആയിരുന്നു കുറച്ചുകൂടെ വലിയ വോട്ട് ക്യാച്ചർ. ശ്രീ അനിൽ K ആന്റണി വളരെ പോസിറ്റീവായി PC ജോർജിനെ ചെന്ന് കാണുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിക്കുകയും രണ്ടുപേരും ഒരു അമ്പലത്തിൽ പോവുകയും അതൊക്കെ വലിയ മെസ്സേജസ് ആണ്. അതായത് അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിൽ പറഞ്ഞ വ്യക്തിയാണ്, പക്ഷേ നാടിന്റെ പൊതു സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെയുള്ള മെസ്സേജസും അനിലിന്റെ ആ ഡാൻസ് ഒക്കെ കളിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായി പോയി. അതുകൊണ്ട് NDAക്ക് തീർച്ചയായും ഒരു പോസിറ്റീവ് സ്വിംഗ് ഉണ്ട്. കാര്യം നരേന്ദ്രമോദിജിക്ക് അനുകൂലമായ ഒരുപാട് വോട്ടുകളുണ്ട്. അതെല്ലാം BJP വോട്ടുകളാണോ എന്നില്ല. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ഹിന്ദു വോട്ടുകളിൽ, മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ക്രിസ്ത്യൻ വോട്ടുകളിൽ ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു ട്രാക്ഷൻ ഉണ്ട്. അത് ഓൺ ഗ്രൗണ്ട് എത്രമാത്രം ആക്കാൻ കഴിയുമെന്നുള്ള കാര്യം ചലഞ്ചിങ് ആണ്. ഒരുപക്ഷെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അടക്കം കുറച്ചുകൂടെ മുമ്പേ വന്ന് പ്രവർത്തിച്ചു തുടങ്ങണമായിരുന്നു തോന്നുന്നത്. കാര്യം ശ്രീ തരൂറിനൊക്കെ ഡീപ്പ് പോക്കറ്റ്സ്, അല്ലെങ്കിൽ ഡീപ്പ് എന്താ പറയുന്നത് ഇൻഫ്ലുവൻസ് പോക്കറ്റ്സ് പല സ്ഥലങ്ങളിലും ഉണ്ട്. സിറ്റി മേഖലകളിൽ ശ്രീ O രാജഗോപാൽ അടക്കം മുന്നിലെത്തിയെങ്കിലും നമ്മുടെ മത്സ്യബന്ധനത്തിന്റെ മേഖലകൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, പിന്നോക്ക മേഖലകൾ, ഗ്രാമീണ മേഖലയിലൊക്കെ ശശി തരൂറിന്റെ പ്രൊഫൈലും ശശി തരൂറിന്റെ ഇൻഫ്ലുവൻസും വളരെ ഹൈ ആണ്. അതിനെ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു നാച്ചുറലി ഉള്ള ചോദ്യം. ശ്രീ ശശി തരൂർ കഴിഞ്ഞ തവണ ഏകദേശം 1 ലക്ഷത്തിന് ഏതാനും വോട്ടുകൾ കുറവ് ആണ് വിജയിച്ചത്. അപ്പോൾ ആ രീതിയിൽ വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വോട്ടുകൾ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ ആക്കി മാറ്റാൻ കഴിയുന്നു. അപ്പോൾ വളരെ വളരെ നല്ല ഫൈറ്റ് ആണ്, നല്ല കാൻഡിഡേറ്റ്സ് ആണ്. നമ്മൾ എല്ലാവരും കൂടുതൽ വോട്ട് ചെയ്യണം, അതാണ് പ്രധാനം. നമ്മൾ എല്ലാവരും എന്തിന്റെ ഇതിലാണെങ്കിലും കൂടുതൽ വോട്ട് ചെയ്യാനും കൂടുതൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാനും കഴിയണം. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാനും കൂടെ കഴിയുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത്. NDAക്ക് എല്ലാവിധ ആശംസകളും, നമ്മുടെ UDF-നും LDF-നും എല്ലാവിധ ആശംസകളും നേരും.